മുട്ടക്കറി എൻ്റെ ലൈഫിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഞാൻ കരുതിയിട്ടുള്ളത് ഈ പുട്ടിൻ്റെ കൂടെ ഈ മുട്ട ഒട്ടും മാച്ച് അല്ല എന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്ക് കുറച്ച് നാൾ വരെ. പുട്ടും മുട്ടക്കറി എന്നൊരു കോമ്പിനേഷൻ ഇല്ലല്ലോ. നമ്മൾ പുട്ടെന്ന് കേട്ടാൽ കടലക്കറി, ബീഫ് കറി, ചിക്കൻ കറി, പയർ കറി, അതൊക്കെയല്ലേ പുട്ടിൻ്റെ ഒരു കോമ്പിനേഷൻ. ഈ മുട്ട ഇവിടുന്ന് വന്ന് എന്ന് തോന്നിപ്പോവും. പക്ഷേ ഒരു 2 years ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ ഖത്തർ വന്നതിന് ശേഷം ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും പുട്ടും മുട്ടക്കറിയും മസ്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കും കേട്ടോ. എന്തോ വേറെ കറികളിലേക്കാളും എളുപ്പം ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്, പുട്ടിൻ്റെ കൂടെ പെട്ടെന്ന് സിങ്കായി പോകുന്നുമുണ്ട്. അങ്ങനെ 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 പതുക്കെ പതുക്കെ ഇതിനോട് ഇച്ചിരി സ്നേഹമൊക്കെ കൂടി കേട്ടോ. ഇപ്പം പുട്ടെന്ന് കേട്ടാൽ തന്നെ ഒന്നെങ്കിൽ മനസ്സിൽ മുട്ടക്കറി വരും, പിന്നാണ് കേട്ടോ കടലക്കറി കയറി വരുന്നത്. ആ രീതിയിലായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ടക്കറി എന്ന് പറഞ്ഞ സംഭവം. മുട്ടയും അപ്പവും മുട്ടക്കറിയാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. എപ്പോഴും മുട്ടക്കറി എന്ന് കേൾക്കുമ്പോൾ തന്നെ വീട്ടിൽ അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി ആയിരിക്കും. അല്ലെങ്കിൽ എന്താ മുട്ടക്കറി പിന്നെ വേറെ ഒന്നിൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ യൂസ് ചെയ്യാറില്ലായിരുന്നു കേട്ടോ. ആഫ്റ്റർ മാരേജ് ആണ് ഇതിനോട് ഇച്ചിരിയെങ്കിലും ഒരു ഇഷ്ടം തോന്നിയത്, മുട്ടക്കറി പുട്ട് എന്നുള്ള ഒരു കോമ്പിനേഷൻ. അപ്പം നിങ്ങൾ എങ്ങനത്തെ ആൾക്കാരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഏത് കോമ്പിനേഷനാണ് ഇഷ്ടമെന്ന് പറയണം. ചിക്കൻ കറിയാണോ, പുട്ടിൻ്റെ കൂടെ കടലക്കറിയാണോ, മുട്ടക്കറിയാണോ?